ഹരിയാനയിൽ ദളിത് കുടുംബത്തെ ചുട്ടുകരിച്ച സംഭവത്തിൽ പ്രതിഷേധം രൂക്ഷമാകുന്നു. അക്രമം നടത്തിയ 3 പേരെ പിടികൂടിയതായി പോലീസ്. എന്നാൽ യഥാർത്ഥ പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ കൊല്ലപ്പെട്ട കുട്ടികളുടെ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവർ സംഭവസ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ ചേരുന്നു. മനു, രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം, ഇതേ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? എങ്ങനെയാണ് പ്രതിഷേധം ഉയരുന്നത് അവിടെ? ിൽ പ്രതിഷേധം രൂക്ഷമാകുകയും ഹൈവേ അടക്കം ദില്ലി ആഗ്ര ഹൈവേ അടക്കം ഉപരോധിച്ചുകൊണ്ട് അടുത്ത സമരമാർഗത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. തീയിൽ ചുട്ടു വെന്തുമരിച്ച കുട്ടികളുടെ മൃതദേഹവുമായി റോഡിൽ ബന്ധുക്കളടക്കമുള്ളവർ തുടർന്ന് റോഡിൽ സമരം നടത്തുകയും ചെയ്തിരുന്നു. പ്രതികളെ മുഴുവൻ പിടികൂടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മൃതദേഹം സംസ്കരിക്കില്ലെന്ന നിലപാടും ബന്ധുക്കൾ സ്വീകരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ സർക്കാർ ഈ കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ബന്ധുക്കൾ തിങ്കളാഴ്ച കുട്ടികളുടെ സംസ്കാരം നടത്തുമെന്നും അറിയിച്ചിരിക്കുകയാണ്. അതേസമയം കേന്ദ്രമന്ത്രി കൃഷ്ണപാൽ ജുഗ്ഗാർ അടക്കം ഈ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ പോലീസും BJP സർക്കാരിന്റെ ഒത്തുകളിയുമാണെന്നാണ് വിവിധ നേതാക്കൾ പ്രതികരിക്കുന്നത്. മാത്രമല്ല, കൊല്ലപ്പെട്ട 9 മാസവും 2 വയസ്സുമുള്ള കുട്ടികളുടെ മൃതദേഹവുമായി നാട്ടുകാർ ദില്ലി ആഗ്ര ദേശീയപാത ഉപരോധിച്ചതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശുകയും സ്ഥലത്ത് കനത്ത സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ അടക്കം പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വിവിധ കേസുകളിൽ ഇതുവരെ BJP സർക്കാർ നിലകൊണ്ടിരുന്നത് ഈ സംസ്ഥാന സർക്കാരുകളുടെ കീഴിലായിരുന്നു പോലീസ് നിയന്ത്രണമുള്ളത്. അതിനാൽ തന്നെ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ BJP ഭരിക്കുന്ന മനോഹർലാൽ ഖട്ടറിന്റെ കീഴിലുള്ള സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടും ഇതുവരെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് ചുട്ടുകെട്ട സംഭവമായി വിവാദമായതിനെ തുടർന്ന് 6 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്നാണ് ആദ്യം പോലീസ് കമ്മീഷണർ അടക്കം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ CBI അന്വേഷണം വേണമെന്ന ശക്തമായ നിലപാടുകൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ CBI അന്വേഷണം അംഗീകരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. അജിംഷ.